ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ഭയങ്കര വിശപ്പായിരുന്നേ. എന്താണെന്നറിയില്ല, ചില സമയത്ത് നമുക്ക് വിശപ്പിനൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് ഞാൻ നോക്കുമ്പോൾ വിശന്നിട്ട് ഒരു വഴിയില്ല. ചോറൊക്കെ കഴിച്ചു കേട്ടോ, വയറൊക്കെ നിറഞ്ഞു. വന്നാലും വൈകുന്നേരം ആകുമ്പം എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് കുറയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. ഞാൻ കുറേ ആലോചിച്ച് എന്ത് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇല്ല. പഴംപൊരി ഉണ്ടാക്കാന്ന് വെച്ചാൽ പഴമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ചിലപ്പം പഴം ഉണ്ടാവും, മൈദ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ് തിന്നുക, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ, വേറെ ആരുമില്ല. ചേട്ടായി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കഴിച്ച് ആൾക്കൊക്കെ പിന്നെ വലിയ താല്പര്യമൊന്നുമില്ല ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും. അപ്പോൾ ഞാൻ നോക്കുമ്പം ഫ്രിഡ്ജിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ ഇരിപ്പുണ്ട്. അപ്പം ഞാനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേഗം കാണിക്കാവേ. ആദ്യം നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. പിന്നെ 2 മൂവാണ്ടൻ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെത്തി എടുക്കാം. ഞാൻ എന്തേലും ഒന്ന് കഴിക്കണ്ടേ, അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പും മുളക് ഇട്ടിട്ടൊന്ന് കഴിക്കാം. നമ്മളന്ന് അച്ചാറിന് മുറിച്ചപ്പോൾ എല്ലാം പഴുത്തു പോയായിരുന്നു കേട്ടോ. ഇന്നെന്ന് പറഞ്ഞാൽ ഒന്നും പഴുത്തിട്ടില്ല എല്ലാം. ഇത് പാകം ആയതുപോലെ ഇതുണ്ട്. ചിലതൊക്കെ ചതഞ്ഞിട്ട് കേടായിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഉപ്പും മുളക് ഇട്ട് കഴിക്കാൻ വേണ്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒത്തിരി അങ്ങോട്ട് പഴുത്തതൊന്നുമല്ല, അത്യാവശ്യം ചനച്ചതാണ്. ഇച്ചിരി മധുരമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടി ഇടുവാണേ. ഇച്ചിരി മതി, ഒത്തിരി ഭയങ്കര എരിവായിരിക്കും കേട്ടോ. അപ്പോൾ മുളക് പൊടിയില്ല, ഞാൻ കവറോടെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വേണേൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇതിങ്ങനെ നല്ലോണം കൈ കൊണ്ട് ഞരടുവാന്നൊക്കെ പറയില്ലേ, നമ്മൾ തിരുമ്മി പിടിപ്പിക്കത്തില്ലേ ഉപ്പും മുളകൊക്കെ. പറയുമ്പോൾ വായി കപ്പലോടുന്ന വെള്ളം വരിക. മാങ്ങ പുളിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും വായിൽ വെള്ളം വരത്തില്ലേ, എന്താ അറിയത്തില്ല. പുളി ഐറ്റം എന്തെടുത്താലും, നെല്ലിക്കയാണേലും മാങ്ങയാണേലും പോട്ടെ, വാളംപുളിയാണെങ്കിൽ പോലും. കുടംപുളിയൊന്നും എടുക്കാൻ വരത്തില്ല കേട്ടോ. വാളംപുളിയൊക്കെ കാണുമ്പം കഴിക്കാൻ വേണ്ടി പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പം അത്ര ഇഷ്ടമില്ല. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പം പെറുക്കി കഴിക്കാൻ വേണ്ടി ഓടി വരുമായിരുന്നു. ആർക്കും ആദ്യം കിട്ടുന്നതൊക്കെ അറിഞ്ഞു. വീടിൻ്റെ അടുത്തൊരു പുളിമരം ഉണ്ട്, അത് പെറുക്കാൻ വേണ്ടി. ഇപ്പം അത്ര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് കഴിക്കാം. എനിക്ക് അങ്ങനെയാണ്, ചില സമയത്ത് എന്തെങ്കിലും കഴിക്കണം ഭയങ്കര ആർത്തി വരും. പിറ്റേ ദിവസം എനിക്ക് രോഗമായിരിക്കും കേട്ടോ. ഇങ്ങനെ ആക്രാന്തം വരുന്ന ദിവസമല്ല എനിക്ക് അങ്ങനെയാണ്. എന്തെങ്കിലും മധുരം കഴിക്കണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഇന്ന് ഒന്നും ഉണ്ടാക്കി കഴിക്കാനും തോന്നുന്നില്ല. പിന്നെ ഉണ്ടാക്കൽ ഇച്ചിരി മടുപ്പല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതെന്തായാലും ആരും ഇഷ്ടപ്പെടാത്തൊരു സംഭവമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ചനച്ച മാങ്ങ, മുളക് പൊടി, ഉപ്പ്, കേൾക്കുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നില്ലേ. അപ്പോൾ ഞാൻ ഇത് കഴിക്കട്ടെ. മുളക് പൊടി ചുണ്ടലൊക്കെ ആവുമ്പോലെ നല്ല നീറ്റിലാണ്, കുറച്ച് ഉപ്പും കൂടുതലാണ്. ഇച്ചിരി കൂടെ പഴുക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമായിരുന്നു. ടാറ്റാ.